പുതുസുള്ളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് എന്ന് പറയുന്നത് ഞങ്ങൾക്ക് ഒട്ടും ഒരു സുഖമില്ല, വയ്യ. കുഞ്ഞിന് വിളിക്കണം. ഞാൻ ഇപ്പോൾ ഡോറൊക്കെ തുറന്ന് ഇപ്പോൾ ഹീറോനെ അടിച്ചൊക്കെ ഇട്ടേക്കാണ്. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഒരു ഒട്ടും വയ്യാട്ടോ, ഒട്ടും വയ്യ. എന്താണെന്നറിയില്ല, നല്ല പനിയുണ്ട്. അപ്പോൾ ഞാൻ പുറത്ത് പോവാണ്. ചായക്ക് എന്തെങ്കിലും വാങ്ങാൻ, ദോശയോ മറ്റെന്തെങ്കിലും നോക്കണം, പോയിട്ടോ അത് വാങ്ങണം. കുഞ്ഞിനെ വിളിക്കണം. ഞാൻ അപ്പോൾ ഹീറോനെ തുറന്നിട്ട് അല്ലാതെ ഇരിക്കുന്ന ഹീറോ ഉണ്ടാ. ഹീറോ ബാ ബാ. അപ്പോൾ ഹീറോനെ തുറന്നിട്ടിട്ട് ചായക്കടി വാങ്ങാനായിട്ട് പോവാണ്. ഹീറോ എന്താണ്? ഗുഡ് മോർണിംഗ് ബാ. അപ്പോഴത്തേ കുഞ്ഞിനോടെ കിടക്കാണ്. കുഞ്ഞിനെ എത്തിച്ചു നോക്കുന്നത് ഹീറോ. എന്താ ഹീറോ, കുഞ്ഞിനെ വയ്യേ? എന്തിട്ടു വയ്യേ? ഞാപ്പ ഇത് വാങ്ങട്ടെ, ദോശയോ ഇഡ്ഡലിയോ അപ്പോ എന്താണ്? ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ഡോക്ടറെ അടുത്ത് കൊണ്ടാണ്. ഡോക്ടറെ അടുത്ത് പോണ്ടേ? അങ്ങനെ പോവാം നമുക്ക്. ഞാൻ സാധനങ്ങൾ വാങ്ങിട്ട് വരാം, ബാ. വല്ലേക്കാം ബാബാ. ഇങ്ങോട്ട് കാര്യമില്ല, നമുക്കിനി 10 ഡോക്ടറെ എത്തണം. ഡോക്ടറുടെ അടുത്ത് എന്താ ചോദിക്കണം, കൊറോണയാണ് എന്താന്ന് ആർക്കറിയാം. ഇനി സ്മെല്ലില്ല, ടേസ്റ്റ് ഇല്ല. ബാ ഞങ്ങൾക്ക് നിൽക്കാം, ബാ. പല്ലച്ചിട്ട് 10 മാസമായിട്ട് ആദ്യമായിട്ട് ചായ ഇട്ടില്ലേ? ഗവൺമെന്റില്ല, ഫുള്ളായിട്ട് ചെയ്യാറില്ലല്ലോ. ഫുള്ളായിട്ട് ചെയ്യാറില്ല. ഞാനവിടെ സെറ്റ് ചെയ്യുമ്പോൾ എനിക്കിപ്പോ കയ്യിൽ കൊടുന്നില്ലേ, അങ്ങനെ ചെയ്യാറില്ല. പഞ്ചസാര ചായപ്പൊടിയിൽ അങ്ങനൊക്കെ ചെയ്യാറുണ്ട്. വയ്യായിട്ടിന് വന്ന് മാറിയിട്ടില്ല, വന്ന് ഒന്ന് കുറഞ്ഞിട്ടുണ്ടായിരുന്നു. ഏട്ടൻ തന്നതാണ് എനിക്ക് ഏട്ടൻ എന്നോടുള്ള സ്നേഹം കൊണ്ട് ഭാര്യക്കെല്ലാം കൊടുക്കും. ഡോക്ടർ എന്നോട് പറഞ്ഞിട്ടുണ്ടായി അധികം അടുത്തിരിക്കേണ്ട പകരുത്. ഡോക്ടർ തന്നെ കളിയാക്കും, ഉറപ്പാണ്. ശരിയാണ്, ഡോക്ടർ എന്തായാലും കളിയാക്കും. അടുത്തിരിക്കണ്ട പറഞ്ഞപ്പോ അടുത്തന്നെ പോയിരുന്നില്ല. ഫുഡൊക്കെ കഴിച്ചിട്ടാണ് വായിൽ വെച്ചൊന്നും ചൊറ്റിക്ക് കഴിക്കാൻ ആദ്യമില്ല. അത് ആദ്യമായിട്ട് എനിക്ക് വയ്യാണ്ടായിട്ട് വായിൽ വെച്ചിട്ടുണ്ട്. അതിന് മുന്നേ വെച്ചൊന്നുണ്ടാവും വയ്യാണ്ടായിട്ട് അല്ലേ. ഇതിന് ടേസ്റ്റ് മധുരൊന്നും അറിയില്ല കേട്ടോ. ആ ഫുഡിനൊന്നും അറിയില്ല, മാടവെള്ളം കുടിക്കാറുണ്ട്, ചായ എന്നും അറിയില്ല. ഒരു സുഖമില്ല, മാറും വിചാരിച്ചിട്ട് മാറണില്ലാന്ന്. സത്യം പറഞ്ഞ കൊറോണ ഒരു അതന്നെ, സ്മെല്ലില്ല, തേങ്ങയില്ല, ഒന്നുമില്ല. ഇപ്പഴത്തെ എല്ലാ പനിക്ക് അതേ ഒരു ഫീൽ തന്നെയാണ്. മേല് കൈവേദനയും തൊണ്ടവേദന സ്റ്റാർട്ട് ചെയ്ത് ഏട്ടനെ സ്റ്റാർട്ട് ചെയ്ത് തൊണ്ടവേദന മൂക്കണം. ഈ പനിക്കുന്നത് വെച്ചാല് കുറച്ചേരം പനിച്ച് ഭയങ്കര ചൂട് ശക്തിയിലുണ്ടാവും, പിന്നെ കുറച്ച് കഴിഞ്ഞ് നോക്കുമ്പോൾ ചൂടുണ്ടാവില്ല, പിന്നെയും കുറച്ചേരം കഴിഞ്ഞാൽ വരും. അങ്ങനത്തെ ഒരു പനി, തലവേദനയും മൊത്തത്തിലൊരു സ്വസ്ഥത. കുറേ പ്ലാനിങ്ങും കുറേ കാര്യങ്ങളൊക്കെ ഞങ്ങൾ ചിന്തിച്ച് വെച്ച ദിവസമുണ്ട്. എന്തായാലും ഡോക്ടറെ അടിച്ച് കഴിഞ്ഞാൽ ഒന്ന് ഉഷാറാവും. ഞങ്ങളുടെ പ്ലാനിങ്ങിലേക്ക് ചെയ്യും.
അധികം വൈകാതെ എന്തായാലും വീഡിയോയില് പറയില്ലേ. കൊറേ പ്ലാനിങ് ഉണ്ട്. കൊറേ അല്ല, ഒരു കാര്യം അല്ലേട്ടാ. ഡോക്ടറത്തൊക്കെ പോട്ടെ, പോയിട്ട് വരാം, കാണാം. അപ്പൊ ഇതാ നമ്മളങ്ങനെ വീഡിയോ ഇട്ടിട്ട് ഒരു 5-6 ദിവസമൊക്കെ ആയിട്ടാ. സത്യം പറഞ്ഞ കൊറേ കാര്യങ്ങള്. വയ്യ ഒന്നാമത്തത്, മെയിൻ കാര്യം വയ്യായാണ്. ഇപ്പൊ എല്ലായിടത്തുള്ളതാണെന്ന് തോന്നുന്നു പനി. അല്ല, എല്ലാവർക്കും ഉണ്ടാവും അല്ലേ? ഭയങ്കര പനിയാണ്. ഏട്ടന് ആണ് ആദ്യം സ്റ്റാർട്ട് ചെയ്തത്. 5-ാം തീയതി തൊട്ട് ഏട്ടന് സ്റ്റാർട്ട് ചെയ്താണ് ഒരു പനി. ഇപ്പൊ 10-ാം തീയതി എന്നിട്ടും അത് മാറിയിട്ടില്ല. നമ്മള് ഡോക്ടറെ കാണിച്ചിട്ടുണ്ട്, എന്നാലും മാറണില്ല. ഏട്ടന് 5-ാം തീയതി സ്റ്റാർട്ട് ചെയ്തു. ഏട്ടന് 6-ാം തീയതി രാവിലെ തന്നെ ഞങ്ങൾ ഡോക്ടറെ കാണിച്ചു. പിന്നെ 2 ദിവസം കഴിഞ്ഞിട്ട് എനിക്ക് മെല്ലെ സ്റ്റാർട്ട് ചെയ്തു. പക്ഷെ ഏട്ടന് പനിക്കുമ്പോ എനിക്ക് കണ്ണുമ്പോ പീല കെട്ടലൊക്കെ ഉണ്ടായിട്ടാ. ഇപ്പൊ ഞാൻ അറിഞ്ഞത് ഈ പനീരാണ് ഈ കണ്ണില് പീല കെട്ടല്. പിന്നെ വായിക്ക് രുചിയില്ല, മണല്ല, ഒന്നുമില്ല. സത്യം പറഞ്ഞ ഒരു കൊറോണയുടെ ഒരു സിറ്റുവേഷൻ പോലത്തെ സത്യം. കൊറോണ അല്ല, ടേസ്റ്റ് ഇല്ല ഒന്നിനും. ഉപ്പ് അറിയണില്ല, പുളി അറിയണുണ്ട്, എരിവ് അങ്ങനെ അറിയണില്ല. ഇപ്പൊ ഒന്നും അറിയില്ല. മാഗി ഉണ്ടാക്കിയിട്ട് രാത്രി. അപ്പൊ മാഗി ഉണ്ടാക്കി എന്താ കഴിക്കണ മാഗിയുടെ ഒരു ടേസ്റ്റ് ഇല്ല, സ്മെല്ലില്ല. എനിക്ക് തോന്നുന്നത് അങ്ങനത്തെ ഒരു കൊറോണ ടൈപ്പ് തന്നെ. എന്താ വെച്ചാൽ ആ ഫസ്റ്റ് നമുക്ക് തൊണ്ടവേദന എന്നാണ് സ്റ്റാർട്ട് ചെയ്തത്. പിന്നെയാണ് പനിയിലേക്ക് എത്തിയത്. പിന്നെ ഭയങ്കര മേലും കൈവേദന ഒക്കെ ഉള്ള ഒരു പനി കിട്ടും. ഏട്ടനെ ബ്ലഡ് ടെസ്റ്റ് ചെയ്തു. നമ്മള് കുറയാതെ ഇപ്പൊ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായി. ബ്ലഡ് ടെസ്റ്റ് ചെയ്തു. അപ്പൊ പറഞ്ഞു ഒരു 5 ദിവസം ഇഞ്ചക്ഷൻ ആന്റിബയോട്ടിക് പോയി ഡെയിലി പോയി എടുക്കണം. നമ്മുടെ ഇവിടെ അടുത്തൊരു ക്ലിനിക് ഉണ്ട്. അപ്പൊ നമ്മൾ അവിടെ പോയി എടുത്തിട്ട് വീട്ടിൽ ചെയ്യും. അങ്ങനെ ചെയ്യാതാണ്. എനിക്ക് ഇന്നലെ ഒരെണ്ണം കിട്ടി. ഏട്ടന് ഇപ്പൊ 2 എണ്ണം കിട്ടിയില്ലേ. ഏട്ടനെ കൊണ്ടുപോയി അന്ന് ട്രിപ്പൊക്കെ ഇട്ടുണ്ടായിട്ടാ. എനിക്കൊന്നും അതിന്റെ വീഡിയോ ഇതിലില്ലേ. ഡേ മൈ ലൈഫ് എടുത്ത് വന്നതാണ് ഞങ്ങള്. അപ്പൊ നമുക്ക് പേടിയായിട്ടാ. ഡേ മൈ ലൈഫ് എടുത്തതാണ്. അപ്പൊ ഞങ്ങക്ക് അതിന്റെ ഇടയിൽ പിന്നെ വയ്യാണ്ടൊക്കെ ആയപ്പോ ഞാൻ ആ വീഡിയോ അങ്ങനെ അവിടെ പോയിട്ടാ. പിന്നെ എനിക്ക് തോന്നുന്നു അമ്മ പോണേന്റെ തലേദിവസമായിരുന്നു. അപ്പൊ കുറച്ച് കമന്റ് കണ്ടു അമ്മ പോയോ എന്ന് ചോദിച്ചിട്ട്. ഒരു മുന്നത്തെ വീഡിയോ പറഞ്ഞില്ലേ, അമ്മ അച്ഛന്റെ അടുത്ത് പോണ കാര്യം ഞങ്ങൾ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായി. അപ്പൊ അങ്ങനെ കുറെ പേര് ചോദിച്ചു. അപ്പൊ അമ്മ 7-ാം തീയതി പോയിട്ടാ. 7-ാം തീയതി നമ്മള് അന്നായിരുന്നു എന്റെ അച്ഛൻ സഞ്ചാരം. പക്ഷെ ഞങ്ങൾക്ക് പോവാൻ പറ്റിയില്ല കേട്ടാ. അമ്മേനെ കൊണ്ടാക്കി വരുമ്പോഴേക്കും അമ്മേനക്ക് ഉച്ചക്കായിരുന്നു നമുക്ക് എയർപോർട്ടിൽ കൊണ്ടാക്കേണ്ടി വന്നത് 12 മണിക്ക്. അതുകൊണ്ട് പിന്നെ സഞ്ചയത്തിന് അങ്ങനെ പോയില്ല. അതും ചോദിച്ചിട്ടുണ്ടായി കുറെ ആൾക്കാര് സഞ്ചയനത്തിന് പോയൂന്ന്. അതിന് പോയില്ല. ഞാൻ 13-ാം തീയതിയാണ് കേട്ടോ അച്ചാച്ചന്റെ അടിയന്തര വന്നത്. അപ്പൊ അതിന് പോണം. പിന്നെ 10-ാം തീയതി 2 ദിവസം കൂടി കഴിഞ്ഞിട്ട് പോണം. സത്യം പറഞ്ഞ വയ്യ. ഞാൻ വെച്ചാൽ ഇന്നലെ എന്നെ പോവാൻ വയ്യാണ്ടായിപ്പോ. എനിക്കൊന്നും ചെയ്യാനുള്ള ആരോഗ്യം ഉണ്ടായില്ല. ഇന്നലെ രാവിലെ എന്ന് വെച്ചാൽ ഞാൻ കെടുപ്പായിരുന്നു ഫുള്ള്. ഇന്നലെ രാവിലെ ഞാൻ കിടന്ന് ഏട്ടൻ ഫുഡൊക്കെ വാങ്ങി കൊണ്ടുവരുമ്പോ ഞാൻ അറിഞ്ഞും കൂടി ഇല്ല. ഡോറൊക്കെ ഏട്ടൻ തന്നെ പൂട്ടിപ്പോയി. അത്രയും ക്ഷീണാണ്. പിന്നെ അത് മാത്രല്ല, നമ്മള് വേറൊരു കാര്യത്തിന്റെ ഈ വയ്യായിരടയിലും നമുക്ക് വേറൊരു കാര്യത്തിന്റെ ഓട്ടത്തിലാണ്. അതിന്റെ ഓട്ടത്തിൽ വെച്ചാല് നമ്മൾ ഇരുന്നിട്ടില്ലട്ടാ. ഈ വയ്യായ ഉണ്ടെങ്കിലും നമ്മ അതിന് വേണ്ടിട്ട് തന്നെ ഫോണിൽ കൂടെ പോണ്ട സ്ഥലത്തൊക്കെ പോയി. ഞങ്ങള് തൃശ്ശൂര് പോയി വരണ വഴിക്ക് ഞാൻ കെടുന്നു. കേസ് ഒന്നും പറ്റാണ്ട് എനിക്കാൻ ഇറങ്ങാനൊന്നും പറ്റില്ല. പറഞ്ഞ ഏട്ടൻ പെട്ടണ കടയിൽ ഏട്ടൻ കയറിക്കോ. 2-3 കടയിൽ ഞാൻ കൂടെ കയറി. പിന്നെ ഈ പറ്റാണ്ടായപ്പോ ഞാൻ കെടുന്നു. എനിക്ക് അത്രയും വയ്യാണ്ടായി. പക്ഷെ നമുക്ക് ചെയ്യേണ്ട കാര്യം ചെയ്യണ്ടേ. ഇന്നലെ അത് ഞാൻ പറഞ്ഞില്ല. ഇപ്പൊ രാവിലെ കെടുന്നു എന്ന് പറഞ്ഞാൽ ഒരു 12 മണിയായപ്പോ ഓട്ടോമാറ്റിക്കിലേക്ക് ഒരു 10 മണി 11 മണിയായപ്പോ ഇനി പുറത്തിറങ്ങേണ്ടി വന്നുട്ടെ. പിന്നെ നമ്മള് രാവിലത്തെ പരിപാടിയും പണിയൊക്കെ കഴിഞ്ഞ് പുറത്തു പോയി വന്ന് പിന്നെ ഉച്ചത്തെ ഫുഡും കാര്യങ്ങളൊക്കെ വെച്ച് കഴിച്ച് ഇപ്പൊ ഒരു 3:30 ആയപ്പോഴാണ് നമ്മളൊന്ന് ഫ്രീ ആയത്. ഇഞ്ചി പോയിട്ട് ഏട്ടന് ഇഞ്ചക്ഷൻ അടിക്കണം. ഇഞ്ചക്ഷൻ അടിച്ചു കഴിഞ്ഞാൽ എറണാകുളത്തിൽ പോകേണ്ട ആവശ്യമുണ്ട്. 4 ദിവസം അടുപ്പിച്ച് ഇഞ്ചക്ഷൻ വേണ്ടിട്ടുണ്ട്. അപ്പൊ എന്തായാലും നമുക്ക് ഞാൻ വേണ്ടാന്ന് പറഞ്ഞ കുഞ്ഞു സമ്മതിക്കുന്നില്ല. അതെന്നുവെച്ചാ നമുക്ക് കൗണ്ട് ഇത്തിരി കുറവാന്ന് പറഞ്ഞു.
ബ്ലഡ് ടെസ്റ്റ് ചെയ്തപ്പോ കൗണ്ട് കൂടുതലാ, കൗണ്ട് കൂടുതലാന്ന് പറഞ്ഞു. കുറവല്ല, എനിക്ക് പ്രഷർ കുറവ്. അപ്പൊ എണ്ണ കൗണ്ട് കൂടുതലാന്ന് പറഞ്ഞു. അപ്പൊ നമുക്ക് വയ്യായി ഉള്ളപ്പോഴാണ് ഈ കൗണ്ട് കൂടുക. നമ്മള് റിസ്ക് എടുക്കാൻ നിൽക്കണ്ടെന്ന് പറഞ്ഞു. ഒരു 5 ദിവസം നമുക്ക് പോയി ഇഞ്ചക്ഷൻ അടിക്കാൻ ഒരു ബുദ്ധിമുട്ടില്ല. ഒരു ദിവസത്തെ ആന്റിബയോട്ടിക് നമ്മള് മുന്നേ ചെയ്തിട്ടതാണ്. പിന്നെ അതിന്റെ ഒപ്പത്തിന് ഒരു 3-4 ദിവസം കൂടി ചെയ്യാൻ നമുക്ക് വലിയ ബുദ്ധിമുട്ടില്ല. അപ്പം പറഞ്ഞു എന്തായാലും അത് എഴുതിക്കോ ഡോക്ടറെ എന്ന് പറഞ്ഞു. എപ്പോഴും ഏട്ടന്റെ കാര്യത്തിന് പിൻവലിവാണ്. എന്റെ കാര്യമാണെങ്കിൽ ഇപ്പൊ എന്നോട് അപ്പൊ തന്നെ പറഞ്ഞു പോയി കുത്തിക്കോ, എനിക്ക് അസുഖം ഇല്ലെങ്കിൽ എന്നെ കൊണ്ടുപോയി പിടിച്ച് കുത്തിപ്പിക്കണേ ചെയ്യിപ്പിക്കും എന്ന് വെച്ചാൽ അത് മാറിക്കോട്ടെ വെച്ചിട്ട്. ഏട്ടന്റെ കാര്യം നമ്മള് പറഞ്ഞ് പിന്നെന്ന് പുഷ് ചെയ്താൽ മാത്രമേ പോവുള്ളൂ. അങ്ങനത്തെ കാര്യങ്ങളാണ്. അപ്പൊ ഇന്ന് ഞാൻ എറണാകുളത്ത് പോണേട്ടാ. അപ്പൊ ഇന്ന് റെസ്റ്റ് ഇല്ല. ഞാൻ കുട്ടായിട്ടൊന്നും വായിക്കണ്ട, ഉറക്കമത്തുണ്ട്. നമ്മള് കഴിക്കണ മരുന്ന്, ഈ ആന്റിബയോട്ടിക്, പിന്നെ ഈ അലർജിയുടെ ഗുളികയൊക്കെ ആയതുകൊണ്ട് നല്ല ഉറക്കക്ഷീണുണ്ട്. പക്ഷെ നമുക്ക് കിടന്ന് ഉറങ്ങാൻ പറ്റില്ല. വേറെ ഒന്നല്ല, നമുക്കിപ്പോ വീട്ടിലത്തെ പണികളാണെങ്കിൽ കഴിഞ്ഞിട്ട് കിടന്ന് ഉറങ്ങാൻ സമയമുണ്ട്. പക്ഷെ ഇതിന്റെ ഇടയിൽ നമുക്ക് വേറൊരു കാര്യം നമ്മള് മുന്നേ പറഞ്ഞിട്ടുണ്ടായിട്ടാ 2026 ഒരു കാര്യമുണ്ട്, അതിന്റെ നോട്ടത്തിലാണ്. അതെനിക്ക് എന്തായാലും തോന്നുന്നത് ഒരാഴ്ചയുടെ ഉള്ളിൽ നമ്മള് പറയൂട്ടാ. ആ കാര്യങ്ങൾ ഫുള്ളാവും കണ്ടു. ഫുള്ളായിട്ട് നമുക്കിപ്പോ ഒരു കാര്യം സെറ്റ് ആവാനുണ്ട്. അത് സെറ്റായ പക്ഷെ നമ്മള് പറയും. പിന്നെ ബാക്കിയൊക്കെ നമുക്ക് പിന്നെ കാണാലോ. നമ്മൾ ആ കാര്യങ്ങൾക്കുള്ളതൊക്കെ ബാക്കി കാണാം. പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ ഏകദേശം ആൾക്കാർക്ക് ഇപ്പൊ മനസ്സിലായിട്ടുണ്ടാവും. കമന്റ് ഒക്കെ വരും, അതൊക്കെ അറിയാം. പക്ഷെ നമ്മള് ഇപ്പൊ പറയുന്നില്ല, ഒരാഴ്ച കൂടി നമുക്കത് ഗ്യാപ്പ് ഉണ്ട്. ഒരാഴ്ചയുടെ ഉള്ളിൽ നമുക്കത് കറക്റ്റ് അറിയാൻ പറ്റുള്ളൂ. അപ്പൊ അതിന്റെ ശേഷം പറയാന്ന് വെച്ചിട്ടാണ്. പിന്നെ അടുത്ത വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ കുഞ്ഞുതാ വീട്ടില് പോയതിന് ഞാൻ പറഞ്ഞല്ലോ വീഡിയോ പറഞ്ഞില്ലേ, എതിർപക്ഷമുണ്ട്, കൊറേ പേര് സപ്പോർട്ട് ചെയ്യണമുണ്ട്, എതിർപക്ഷം കുറവാണ് കേട്ടോ. നമ്മുടെ കമന്റ്സിൽ നമ്മളാരും നമുക്ക് നെഗറ്റീവ് പറഞ്ഞിട്ടില്ല, നല്ല മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അത് ഞാൻ ഇപ്പൊ എയർപോർട്ടിൽ പോയപ്പോഴും ഒരു ചേച്ചിനെ കണ്ടപ്പോഴും ആ ചേച്ചി നമ്മളോട് സംസാരിച്ചപ്പോഴും അങ്ങനെ തന്നെയാണ് പറഞ്ഞത്. പിന്നെ എതിർപക്ഷം എന്ന് പറയുന്നത് നമ്മളെ നേരിട്ട് അറിയണ കുറെ വശങ്ങളുണ്ട്. അത് സത്യാവസ്ഥ എന്താന്ന് മനസ്സിലാക്കാത്ത സംഭവമാണ്. ഇപ്പൊ ഞാനിപ്പോ ഇന്നലെ ഫുഡ് വാങ്ങാനായിട്ട് പോയി. ഈ വ്ളോഗിലുണ്ട്, ഞാൻ ഇത് വാങ്ങാൻ പോയി, ദോശ വാങ്ങാൻ പോയപ്പോ ഇപ്പൊ എന്റെ ചേട്ടൻ തന്നെ എന്റെ ഏട്ടനാണ്, എന്റെ വലിയച്ഛന്റെ മോനാണ്. ആള് പറഞ്ഞു എന്തായാലും ഒന്നാവേണ്ട കാര്യങ്ങളല്ലേ. അപ്പൊ അവിടെ തന്നെ നല്ലതുണ്ട്, അതിൽ തന്നെ ഓപ്പോസിറ്റ് ഉള്ള ആൾക്കാരുണ്ട്. അത് നമുക്ക് അപ്പൊ ചേട്ടനും പറഞ്ഞു ഇതിന് ഓപ്പോസിറ്റ് ആൾക്കാര് ഉണ്ട്, അനുകരിക്കുന്നവരുണ്ട്, അല്ലാത്തവരുണ്ട്. ഓപ്പോസിറ്റ് ആൾക്കാർക്ക് നമ്മളെ ഇപ്പോഴും എന്നെ കണ്ടെടുത്താ കണ്ടുകൂടാ എന്നുള്ള ഒരു രീതിയിലാണ് നിൽക്കുന്നത്. എന്തുകൊണ്ടാണെന്ന് അറിയില്ല. എന്നെ കുഞ്ഞനെ നമ്മ എന്ത് തെറ്റാ ചെയ്തത് ഞാൻ ആലോചിക്കും. എന്ത് തെറ്റാ ചെയ്തത്? ഇപ്പൊ ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിലും നമുക്ക് എല്ലാവർക്കും പെൺകുട്ടികൾക്ക് കല്യാണം കഴിഞ്ഞവരുടെ വീട് നല്ല ഇമ്പോർട്ടന്റ് ആണ്. അത് കല്യാണം കഴിഞ്ഞാൽ മാത്രമേ മനസ്സിലാവുള്ളൂ കേട്ടോ. കല്യാണത്തിന് മുന്നേ നമുക്ക് ആ വീട്ടിൽ നിന്ന് നമ്മളൊക്കെ പറയും, വീട്ടിൽ നിന്നൊന്ന് പോയി കിട്ടിയാൽ മതി എന്നൊക്കെ പറയും, തല്ലുണ്ടാക്കും ഒക്കെ പറയും. പക്ഷെ കല്യാണം കഴിഞ്ഞാൽ നമുക്കറിയാം വീടിന്റെ ഇമ്പോർട്ടന്റ്. നമ്മളെ മറ്റുള്ളവരെ നമ്മളങ്ങനെ കാണില്ല എന്ന് നമുക്ക് 100% ഉറപ്പ്. എത്ര കാണും എന്ന് പറഞ്ഞാലും നമുക്ക് ഉറപ്പാണ് അങ്ങനെ കാണൂല്ലാന്ന്. നമുക്കുള്ള കാണണമെങ്കിൽ നമ്മുടെ വീട്ടുകാരെന്നെ വേണം. ഇപ്പൊ എനിക്കൊരു വയ്യായി ആയാലും എന്റെ കാര്യം വിളിച്ചന്വേഷിക്കണമെങ്കിൽ ഇപ്പൊ ഏട്ടൻ അന്വേഷിക്കുന്നത് എന്റെ ഭർത്താവാണ്. പക്ഷെ എനിക്ക് വേറെ പുറമേ നിന്ന് ആരെങ്കിലും അന്വേഷിക്കണം, ഇപ്പൊ ഒരാൾ കൂടി അന്വേഷിക്കണേ, അത് എന്റെ വീട്ടിൽ നിന്ന് മാത്രമേ ഉണ്ടാവുള്ളൂ. ഇപ്പൊ ഞാൻ ഫുഡ് കഴിച്ചില്ലേ എന്ന് ചോദിക്കാൻ എന്റെ വീട്ടിൽ നിന്ന് മാത്രമേ ഉണ്ടാവുള്ളൂ, വേറെ ആരും ഉണ്ടാവില്ല. അത് ഉറപ്പാണ്. അതിപ്പോ അച്ഛനമ്മ എന്ന് പറയണത് ഇപ്പൊ എന്റെ അച്ഛനമ്മയാണ്, കുഞ്ഞിന്റെ കുഞ്ഞിന്റെ അച്ഛനമ്മ തന്നെയാണ്. അപ്പൊ ആ അച്ഛനമ്മ എന്നുള്ള ആൾക്കാരെ എടുത്ത് കളയാന്ന് ഒരിക്കലും ആർക്കും പറയാൻ പറ്റില്ല. ആർക്കാ പറയാൻ പറ്റേ? ആ അച്ഛനമ്മ ഇപ്പൊ ഞാൻ ഇപ്പൊ ഒരു പ്രശ്നം വന്നിട്ടുണ്ടെങ്കിൽ പറയാണ് ഗോകുലെ നിന്റെ അച്ഛനമ്മനെ ഒരിക്കലും കൂടരുതിട്ടാ, കാരണം എന്നെ ഇതൊക്കെ ഇത്തരം കുറ്റം കാര്യങ്ങൾ പറഞ്ഞതാണ്, എന്നെ ഇങ്ങനെ മോശം രീതിയിൽ പറഞ്ഞതാണ്. ഗോകുലെ നിന്റെ അച്ഛനമ്മനെ നീ ഒരിക്കലും കൂടരുത്, നിന്നെ അത്ര ഇതാക്കി പറയാനതാണ്. അപ്പൊ നമ്മ ഇത് കേൾക്കും, അവര് പറയണ കേൾക്കും. പക്ഷെ നമ്മുടെ മനസ്സിന്റെ ഉള്ളിൽ എന്നും അച്ഛനമ്മ സംഭവം ഉണ്ടാവും, ആ കുഞ്ഞിനും ഉണ്ടാവും, അത് എനിക്കുണ്ടാവും. കൊറേ കാര്യങ്ങളില് നമുക്ക് മനസ്സിലാവില്ല. ഒറ്റപ്പെടുമ്പോഴാണ് നമുക്ക് ആ ചിന്ത തോന്നുക കേട്ടോ. സത്യത്തില് ഒറ്റപ്പെടലെന്ന് വെച്ചാൽ പാറ്റേൺ ഉണ്ടെങ്കിൽ പോലും നമുക്ക് പല വശങ്ങളും പെൺകുട്ടികളുടെ കാര്യം ഞാൻ പറയുന്ന കേട്ടോ. മെയിൻ ആയിട്ട് അത് കല്യാണം കഴിഞ്ഞ പെൺകുട്ടികൾക്ക് എന്തായാലും അത് മനസ്സിലാവും. ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അതിന് മുന്നേ പറഞ്ഞ ഒട്ടും ആർക്കും മനസ്സിലാവില്ല, കല്യാണം കഴിഞ്ഞവർക്ക് എല്ലാവർക്കും മനസ്സിലാവും. എന്താ വെച്ചാൽ പെൺകുട്ടികളുടെ വീട്ടുകാരെന്ന് പറഞ്ഞാൽ നമുക്ക് കല്യാണം കഴിഞ്ഞാൽ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. അതില്ലെങ്കിൽ നമ്മൾക്ക് പല സ്ഥലത്തും നമ്മളെ വിലകള് കുറയും, പല സ്ഥലത്തും നമുക്ക് അതിൻ്റെതായ വില ഉണ്ടാവില്ല, വാല്യൂ ഉണ്ടാവില്ല.
അപ്പൊ നമുക്ക് ചോദിക്കാൻ വരാൻ ആരും ഇല്ലല്ലോ എന്നുള്ള ചിന്തയൊക്കെ ഉണ്ടാവും പല സ്ഥലത്തും പല കാര്യങ്ങളിലും. അപ്പൊ നമുക്ക് എപ്പോഴും കല്യാണം കഴിയുമ്പോ ഇപ്പൊ ഞാൻ പറയുന്നത്, ഇപ്പൊ ഞാൻ എന്റെ ഭർത്താവിന്റെ കൂടെയാണ് നിൽക്കുന്നത്, എന്റെ ഭർത്താവ് പറയുന്നതാണ് കേട്ട് അല്ല ഇപ്പൊ ഏട്ടൻ പറയുന്നതല്ലേ അഭിപ്രായത്തിലാണ് ഞാൻ ജീവിക്കുന്നത്. ഇപ്പൊ എന്റെ ആയാലും എന്റെ അഭിപ്രായത്തിൽ ഏട്ടന്റെ അഭിപ്രായത്തിൽ ഇപ്പൊ ഞങ്ങൾ രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങനെയാണ് നമ്മൾ ജീവിക്കുക. അപ്പൊ പിന്നെ നമ്മള് ഫാമിലി എന്ന് പറയുന്നത് നമുക്ക് ഒരു എന്തെങ്കിലും വിഷമമുണ്ടെങ്കിൽ ഫോൺ വിളിക്കാൻ, ഇപ്പൊ ഭാര്യ ഭർത്താവാണ് ഞങ്ങൾ തല്ലുണ്ടാക്കാം. അപ്പൊ എനിക്കൊരു നിമിഷം ഒരാളുടെ ഫോൺ വിളിക്കണമെങ്കിൽ എന്റെ വീട് മാത്രമേ എനിക്ക് ഉണ്ടാവുള്ളൂ ആ സമയത്ത്. പിന്നെ എന്റെ ഉണ്ണികള് എനിക്ക് അവരൊക്കെ കാണാണ്ടിരിക്കാൻ എത്ര നാള് പറ്റും. പിന്നെ ഞാൻ പറയട്ടെ, ഒരു സിറ്റുവേഷൻ ഞങ്ങൾ അതിന് മുന്നേ പോയിട്ടില്ല. മരണം എന്ന് പറഞ്ഞൊരു സിറ്റുവേഷൻ വന്നിട്ടും എങ്ങനെ വാശി പിടിച്ചിരിക്കാൻ പറ്റും അതെനിക്കറിയില്ല. അത് സത്യം ഒരു കാരണം ഈ പറഞ്ഞ മരണം എന്ന് പറഞ്ഞ ഇപ്പൊ കാരണമാക്കി എടുക്കാനല്ല. മരണം പറഞ്ഞ പോലെ തന്നെ അത് ഞങ്ങൾ ഒന്നിപ്പിച്ച് ഇവിടെ പറയാം അല്ലേ. ശരി, ഇപ്പൊ കമന്റ് കണ്ടു മാറ്റി കിട്ടി. അത് ഇപ്പൊ അപ്പൂപ്പ മരിച്ചോണ്ട് ഒരു കമന്റ് ഉണ്ടായിരുന്നു. അപ്പൂപ്പ മരിച്ചോണ്ട് എന്തോ ഇങ്ങനെ കൊന്നിക്കാൻ പറ്റുന്നുള്ള കമന്റ് ഞാൻ കണ്ടിരുന്നു. അതുകൊണ്ടാണ് പറഞ്ഞ കേട്ടാ. മരിച്ചോണ്ട് ഒന്നിച്ചോന്നല്ലത്. മരിച്ചപ്പോ നമ്മൾ അവിടെ പോയി പോയി അതാ ഞാൻ പറഞ്ഞത്. ഇപ്പൊ അച്ചാച്ച മരിച്ചപ്പോ നമുക്ക് എന്തായാലും പോയേ പറ്റും. പോയപ്പോ നമുക്ക് അവിടെ ഉണ്ടായി കുറെ തെറ്റിദ്ധാരണകളും കുറെ കാര്യങ്ങളും പിന്നെ നമ്മൾ അതാണ് ഞാൻ കഴിഞ്ഞ വീഡിയോ തന്നെ എടുത്ത് പറഞ്ഞത്. ഈ പറഞ്ഞ പോലെ നേരിട്ട് കണ്ടിട്ടില്ല, നേരിട്ട് സംസാരിച്ചിട്ടില്ല. ചിലപ്പോ ചില കാര്യങ്ങൾ നേരിട്ട് കണ്ട സംസാരിക്കുക, നേരിട്ട് തന്നെ തീർക്കണ നേരിട്ട് തന്നെ തീർക്കാൻ വേണം അല്ലേ. കണ്ട് നമുക്ക് ടെൻഷൻ ഉണ്ടാവും. ഇപ്പൊ എങ്ങനെ ബിഹേവ് ചെയ്യാം, അവർക്ക് ടെൻഷൻ ഉണ്ടാവും. അവർ തിരിച്ച് ഓപ്പോസിറ്റ് ഞാൻ എങ്ങനെ ബിഹേവ് ചെയ്യാം ഉണ്ടാവും, ഞാൻ എങ്ങനെ റിയാക്ട് ചെയ്യാ, തിരിച്ചും ഇങ്ങനെയൊക്കെയുണ്ടാവും അവരെങ്ങനെ റിയാക്ട് ചെയ്യാം. അപ്പൊ അവർക്ക് അത് ആ ഒരു കൂടിക്കാഴ്ചയില് എന്നോട് നല്ല രീതിയിൽ പെരുമാറി. ഇമ്പോർട്ടന്റ് ആയി പറയാനുണ്ട്. ഇപ്പൊ ഞാൻ എന്റെ വീട്ടിൽ കയറി എന്ന് പറഞ്ഞിട്ട് മിണ്ടാതെ ഇരിക്കണവര് പലവരും എന്നോട് ഉണ്ടാവും. എനിക്കത് വിഷയമല്ല കേട്ടോ സത്യത്തില്. എന്റെ വീട്ടിൽ കയറി എന്ന് പറഞ്ഞിട്ട് എന്നോട് മിണ്ടാതെ ഇരിക്കുന്നത് എനിക്ക് വിഷയമല്ല. എന്നുവെച്ചാ ഈ മിണ്ടാതെ ഇരിക്കുന്നതിനായിട്ട് ഇമ്പോർട്ടന്റ് എനിക്ക് എന്റെ വീട്ടുകാരനെയാണ്. അത് ഞാൻ ആദ്യം തന്നെ പറയാം. അതുകൊണ്ട് ആരും എന്നോട് മിണ്ടാണ്ടിരുന്നാലും എനിക്ക് ആരും കാര്യത്തിൽ വിഷയമില്ല. എന്നുവെച്ചാൽ നമുക്ക് ഒരു വയ്യായ വന്നാലും ഇപ്പൊ നാളെ ഞാനൊരു പ്രസവിച്ച് കിടക്കുകയാണെങ്കിൽ പോലും എന്റെ കാര്യങ്ങൾ ചെയ്താൽ എന്റെ അമ്മ ഉണ്ടാവുള്ളൂ. വേറെ ആരുടെ അമ്മമാര് വന്നിട്ടോ വേറെ ആരുടെ വീട്ടുകാര് വന്നിട്ടോ വേറെ ഒന്നും ആരും വന്ന് ചെയ്യില്ല അല്ലെ. പിന്നെ ചെയ്യണമെങ്കിൽ നമ്മൾ കാശ് കൊടുത്ത് നമ്മുടെ അമ്മ ചെയ്തെന്നാവും. നമ്മൾ എത്ര ഒരാള് നിർത്തിയാലും ആവില്ല. എന്റെ അമ്മ പറയാന്നിട്ട് അമ്മയുടെ പ്രസവം കഴിഞ്ഞ സമയത്ത് അമ്മയ്ക്ക് ഞങ്ങളൊക്കെ നോക്കിയാലും അമ്മയുടെ അമ്മ നോക്കിയെന്ന ആ സമയത്ത് ഞങ്ങളെ രണ്ടാലും എന്റെ പൊന്നിച്ചിട്ട് ഡെലിവറി സമയത്ത് അമ്മയുടെ അമ്മ നോക്കിയത് കുളിക്കലായപ്പോ ഞങ്ങളെ നോക്കിയത്. എത്രയായാലും അമ്മയ്ക്ക് ആദ്യത്തെ അത് കിട്ടൂല. അങ്ങനെയാണ് നമുക്ക് അത് എന്തായാലും എല്ലാവർക്കും അറിയാം. അപ്പൊ അതുകൊണ്ട് മിണ്ടാത്തവരും മിണ്ടാണ്ടിരുന്നു. അത് എനിക്ക് വിഷയമല്ല. എന്റെ അച്ഛനമ്മേനെയാണ് എനിക്ക് എല്ലാരും കാട്ടും മറ്റുള്ളവരും കാട്ടൊക്കെ മിണ്ടാതിരിക്കാൻ കാട്ടുക എല്ലാരും കാട്ടും എനിക്ക് വലുത് അല്ലെ. ചെറിയ സാഹചര്യം ഇങ്ങനെ ഒരു കാര്യം വരുമ്പിക്കും മിണ്ടാതിരിക്കണവരെ നമുക്ക് വിശ്വസിക്കാൻ പറ്റും ജീവിതത്തില് ഇല്ല. അവർക്ക് വേറെ എന്തെങ്കിലും സിറ്റുവേഷൻ വീണ്ടും പോലെ തന്നെ ആവർത്തിക്കും. അപ്പൊ ഇതൊന്നും നിലനിൽക്കൂല. അത് യഥാർത്ഥ സ്നേഹമല്ല. യഥാർത്ഥ സ്നേഹം കാണിക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരാപത്ത് വരുമ്പോ എല്ലാം മറന്ന് കൂടെ നിൽക്കാന്നുള്ളതാണ് എന്റെ ഒരു പോളിസി ഇതിൽ നിൽക്കണേ. എന്തൊരു ആപത്ത് വന്നാലും അല്ലെങ്കിൽ അവൻ ഇങ്ങനെ അവൻ എന്തെല്ലാം ആവട്ടെ പറ്റട്ടെ അങ്ങനല്ല. എന്റെ ഒരു കൂടെ ഒരാളുണ്ടെന്ന് വെക്ക്, ആളെ വീട്ടിൽ കയറുകൊണ്ട് ഞാൻ മിണ്ടാണ്ടിരിക്കുന്നത്. ഇപ്പൊ നമ്മള് തമ്മിൽ ആളും ഞാനും തമ്മിൽ എന്തെങ്കിലും സംസാര പ്രശ്നങ്ങൾ ഉണ്ടായി, ഞങ്ങള് തമ്മിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി നമ്മൾ മിണ്ടാതിരിക്കും. അല്ലാതെ ആളെ വീട്ടിൽ പോയി ആള് മറ്റൊരു സ്ഥലത്തേക്ക് പോയി എന്ന് വെച്ചിട്ട് നമ്മള് മിണ്ടാതിരുന്നിട്ട് എന്ത് കാര്യം, എന്തിനാണ് അങ്ങനെ ഇരിക്കുന്നത് എനിക്കറിയില്ല. അതൊക്കെ നമ്മുടെ പേഴ്സണലായ കുറെ കാര്യങ്ങളാണ്. കുറച്ചൊക്കെ നമ്മള് കല്യാണം കഴിഞ്ഞാൽ ഇപ്പൊ പെൺകുട്ടിക്കായാലും ചെക്കനായാലും അവരുടേതായ പേഴ്സണൽ കുറച്ച് കാര്യങ്ങൾ ഉണ്ടാവും അവരുടെ ലൈഫില്. പിന്നെ ഇപ്പൊ എന്റെ വിഷമങ്ങള് എന്റെ ഭർത്താവിന് മാത്രം അറിയുള്ളൂ. എനിക്ക് വീട്ടുകാരില്ലാത്തന്നെ എത്ര വിഷമം ഉണ്ടെന്ന്. നമുക്ക് ഇങ്ങനെ ചെറിയ തുമ്പിയാത്തെടുക്കണ മൂക്കാണെങ്കിൽ പിന്നെ നമ്മൾ എത്ര നാൾ അവരെ പിടിച്ചു നടക്കും. അതില് കാര്യമൊന്നുമില്ല. ഇപ്പൊ പറയണ അതില് പറയും. അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തത് അത് നമുക്ക് ഒന്നും പറയാൻ പറ്റില്ല. എന്നോട് മിണ്ടാതിരിക്കണവരോട് ഞാൻ നേരിട്ട് ഒരു പ്രശ്നങ്ങളും ഇല്ല. നേരിട്ട് ഒരു സംസാര പ്രശ്നമോ കാര്യങ്ങളോ ഉണ്ടായിട്ടില്ല. ഇനി ഞാൻ എന്റെ വീട്ടിൽ കയറിയോണ്ടാണ് മിണ്ടാതിരിക്കണെന്ന് വെച്ചാൽ പിന്നെ അതിനെനിക്ക് നിവൃത്തിയൊന്നുമില്ല. അതെനിക്ക് തിരുത്തൂല. ഞാൻ എന്റെ വീട്ടിൽ പോകാണ്ടിരിക്കൂല ആ കാര്യത്തുണ്ട്. അത് ഞാൻ ആദ്യം അതൊക്കെ പറഞ്ഞു. ഞാൻ മുന്നും പറഞ്ഞു സ്വാർത്ഥത മാത്രമാണ്. ആ ജീവിതത്തിൽ നിങ്ങൾ അനുഭവിക്കുമ്പോൾ അത് മനസ്സിലാവും എന്താണ്. അത് പറഞ്ഞിട്ട് കാര്യമില്ല, അനുഭവിച്ചാലും മനസ്സിലാവുള്ളൂ. പക്ഷെ നമ്മളെ മനസ്സിലാക്കുന്നത് 100
പേരുണ്ട് നമ്മുടെ ചാനല് കാണുന്നവര് പകുതി മുക്കാ വശം നമ്മുടെ മനസ്സിലാക്കണവരുണ്ട്. നമ്മുടെ വീഡിയോന്റെ കമന്റ് കണ്ടാൽ തന്നെ അറിയാം ഭയങ്കര സന്തോഷം. ഇപ്പൊ എയർപോർട്ട് വെച്ച് കണ്ട ചേച്ചി എന്തൊരു നമ്മുടെ സ്നേഹത്തോടെ നമ്മളോട് സംസാരിക്കുന്നത് അതൊക്കെ നമുക്കറിയാം. ഇപ്പൊ നമ്മൾ പറഞ്ഞത് ആർക്കൊക്കെയാണ് എന്തൊക്കെയാണെന്ന് അവർക്ക് തന്നെ അറിയാൻ പറ്റും. ഇനി നെഗറ്റീവ് പറയണവരെയാണ് ഞാൻ പറഞ്ഞത്. ഈ ട്രോള് വീഡിയോസും കുറെ കാര്യങ്ങളൊക്കെ ഇട്ടുണ്ട്. എന്തിട്ടിട്ട് എന്താ കാര്യം? നമ്മളെല്ലാരും ജീവിതത്തിലുള്ളതാണ് ഈ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ. അതൊക്കെ മാറും. അത് നമ്മള് അവരും പറഞ്ഞിട്ടുണ്ട്, ഞാനും പറഞ്ഞിട്ടുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇല്ലേ? നിനക്ക് എന്താ അങ്ങോട്ടും പോയിട്ടുണ്ട്, ഇങ്ങോട്ടും പോയി നല്ല രീതിയിൽ പറഞ്ഞിട്ടുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്തിട്ടുണ്ട്. നല്ല ഞാൻ സ്റ്റേഷനിൽ പോയി കേസ് വരെ കൊടുത്തിട്ടുണ്ട്. അതൊക്കെ കഴിഞ്ഞ കാര്യമാണ്. ഇപ്പൊ അത് ഞാൻ എപ്പോഴും ജീവിതകാലം മുഴുവനും കൊണ്ടുനടക്കുകയാണെങ്കിൽ കുഞ്ഞിനെ എപ്പോഴും ഡിപ്രഷനിലായിരിക്കും. ആ ഡിപ്രഷൻ ഞാൻ കണ്ടു കിടക്കുന്നുണ്ടെങ്കിൽ ഞാൻ ഡിവോഴ്സ് ആയി തല്ല് പിടിച്ച് ആകെ അലങ്കോല. കാര്യം പറയട്ടെ, എന്റെ വീട്ടില് ഇപ്പൊ എന്റെ ഏട്ടൻ വന്നപ്പോ 2 കൈ നീട്ടി സ്വീകരിച്ചത് എന്നെ മാത്രല്ല ഏട്ടന്. നമ്മളൊരു ആരായാലും നമ്മളെ സ്വീകരിക്കുമ്പോ 2 കൂട്ടനെ ഒരുമിച്ച് സ്വീകരിക്കണം. ഇപ്പൊ ഒരാള് ഇപ്പൊ നമ്മുടെ മക്കളെ മാത്രം കെട്ടിപ്പിടിച്ച് നമ്മുടെ മക്കളോട് മാത്രം സ്നേഹിച്ച് വന്ന് കേറിയ ആളിനെ മാറ്റി നിർത്തുന്നത് ഭയങ്കര മോശമുള്ള കാര്യമാണ്, അല്ലേ? ഭയങ്കര മോശമുള്ള കാര്യം. അത് നമുക്ക് അനുഭവത്തിൽ എല്ലാവർക്കും അറിയാം. കൊറേയൊക്കെ നമുക്കറിയാം, അനുഭവങ്ങൾ ഉണ്ടാവും. അപ്പൊ അതൊക്കെ ഭയങ്കര മോശമുള്ള കാര്യമാണ്. ഈ പറഞ്ഞ പോലെ ഇപ്പൊ ഞാനിപ്പോ അവിടെ ചെന്നപ്പോ ഈ പറഞ്ഞ പോലെ നേരത്തെ വീട്ടിലും ആവർത്തിച്ച് പറയാണ്. പക്ഷെ അവിടെയുള്ള എല്ലാവരും എന്നെ നല്ല രീതിയിൽ ബിഹേവ് ചെയ്തേക്കാം. അവർക്ക് വേണമെങ്കിൽ ഞാൻ കുഞ്ഞിനെ വിളിച്ചിട്ട് വന്നാണ് എന്നോട് പങ്കെടുപ്പിക്കാം. അതായത് അവിടുത്തെ വലിച്ചനാണെങ്കിലും മാമന്മാരാണ് എന്റെ ആളുടെ മോളെയാണ് വിളിച്ചോണ്ട് എന്റെ പെങ്ങളെയാണ് അവരെടുത്തോണ്ട് പോയി പറഞ്ഞാൽ മുഖം കറുപ്പിക്കാം, മുഖം കറുപ്പിച്ച് ഇവിടെ ഇരിക്കാം. പക്ഷെ മുഖം കറുപ്പിൽ ഇരിപ്പിക്കലൊന്നുമല്ല. എന്നെ ചെയ്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്നെ അതൊന്നും പാസ്റ്റേ പറയണില്ല, കാര്യങ്ങളെ പറയണില്ല. അവിടെ ഞാൻ ചെന്ന് ഞാൻ അനുഭവിച്ചില്ല. അവിടെ ഞാൻ അനുഭവിച്ചാൽ അവരെ നല്ല രീതിയിലാണ് സ്നേഹിച്ചതും എന്നെങ്കാട്ടും ഒരു പടി മുകളിലേക്കാണ് ഏട്ടനെ അവര് ശ്രദ്ധിക്കുന്നത് ആ സമയത്ത്. എന്താ വെച്ചാ അങ്ങനെയാണ് വേണ്ടത് കേട്ടോ. നമ്മള് കേറി വരുന്നത് അതാണ് എനിക്കും സന്തോഷം. ഇപ്പൊ എന്നെ നോക്കുമ്പോഴായിട്ട് കൂടുതല് എന്റെ ഫാമിലി ഏട്ടന് അവിടെ ഇമ്പോർട്ടന്റ് കൊടുക്കുമ്പോ ഇപ്പൊ ഏട്ടന് എന്തെങ്കിലും ഇഷ്ടമുണ്ടോ ചോദിച്ചിട്ടുണ്ടാക്കുമ്പോ അതൊക്കെയാണ് എനിക്ക് ഏറ്റവും സന്തോഷം. അത് തന്നെയാണ് എല്ലാവർക്കും സന്തോഷം ഉണ്ടാവുക കേട്ടോ. അപ്പൊ അങ്ങനെ ഒക്കെ ചെയ്തിട്ട് നമുക്കത് ഇനി പ്രശ്നം വെക്കേണ്ട ആവശ്യമില്ല. ഇപ്പൊ എന്തായാലും ഈ 13-ാം തീയതി ഞങ്ങൾ അവിടെ പോകും. എന്തായാലും ഒരു ദിവസം നിക്കും അവിടെ പോയിട്ട്. എന്റെ കുണുക്കരും കുടിക്കുകയും കാർത്തൂനൊക്കെ എന്ത് സന്തോഷാന്നറിയും. ഇപ്പൊ ഇതൊക്കെ മാറിയപ്പോ പിള്ളേര് അല്ലേ, കാർത്തുമോള് പാപ്പ പാപ്പാന്ന് എപ്പോഴും വിളിക്കുക. അവിടെ പോയപ്പോഴേ പാപ്പ 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 അതിങ്ങനെ വിളിച്ചടക്കാണ് ചേട്ടന്. അപ്പൊ അതൊക്കെ നമ്മളുടെ ജീവിതത്തിലെ ഹാപ്പിനെസ് തന്നെയാണ്. അപ്പൊ എന്തായാലും അതിന്റെ വീഡിയോ ഒക്കെ എന്തായാലും വരും. ഞാൻ ഒരു കാര്യം പറയാനുണ്ട്, അത് ഞാൻ വിട്ടുപോയി. അത് മെയിൻ ആയിട്ടും പറയണമെന്ന് വെച്ച കാര്യമാണ്. ആദ്യം തന്നെ വന്ന ഒരു കാര്യമാണ്, നിങ്ങൾ എന്താണ് അവിടെ പോയപ്പോ വീഡിയോ എടുക്കാഞ്ഞിട്ട് നിങ്ങൾ എന്താണ് അവിടെ പോയപ്പോ വീഡിയോ എടുക്കാൻ നിങ്ങൾ പോയിണ്ടായില്ല എന്നൊന്ന് പറയാണോ എന്നുള്ള ടൈപ്പ് കമന്റ് ഞാൻ കണ്ടു. അതല്ല, നമുക്ക് അന്ന് അച്ചാച്ചൻ മരിച്ച സാഹചര്യം എങ്ങനെ ഒരു വീട്ടിൽ പോയി വീഡിയോ എടുക്കും? ഞാൻ എന്റെ അച്ചാച്ചൻ മരിച്ച് ഇരിക്കുന്ന സമയത്താണ് അങ്ങോട്ട് കയറി പോണത്. അപ്പൊ നമ്മളെങ്ങനെ വീഡിയോ എടുക്കും? വീഡിയോ എടുക്കാൻ പറ്റില്ല. അപ്പൊ നമ്മള് അന്നത്തെ സിറ്റുവേഷൻ കാരണമാണ്. അല്ലാണ്ട് നമ്മൾ നുണ പറയല്ല. നമ്മള് വീട്ടിൽ പോയിണ്ടായി എല്ലാം പിണക്കങ്ങളും മാറി. ഇപ്പൊ ഞാൻ എന്റെ അമ്മനെ വിളിക്കാറുണ്ട്. കുറച്ച് നേരത്തോട് വിളിച്ച് വെച്ചോളൂ. അപ്പൊ ഇന്ന് ഞങ്ങള് 13-ാം തീയതി വീട്ടിൽ പോകും. കുറച്ചു നേരത്തെ പാപ്പം വിളിച്ചേട്ടനെ എന്നെയൊക്കെ ക്ഷണിച്ചു അടിയന്തരത്തിന്. ഈ 13-ാം തീയതി പോകുമ്പോ എന്തായാലും നമുക്ക് വീഡിയോ എടുക്കാം. അച്ചാച്ചന്റെ എല്ലാം കാര്യങ്ങള് കഴിയും. 13-ാം കൂടി പോകേണ്ട സ്ഥലത്ത് എന്തായാലും പോണം. ഇപ്പൊ എന്റെ അമ്മയുടെ വീട്ടിൽ ഇപ്പൊ അടിയന്തരമുണ്ട് 17-ാം. അപ്പൊ നമ്മൾ അവിടെയും പോകണം. മരിച്ച വീട്ടില് കൊണ്ടിരിക്കാൻ പറ്റും. പിന്നെ ഞാൻ പറയട്ടെ, ഇതിലൊന്നും എനിക്ക് വലിയ പ്രശ്നമില്ല. എന്നോട് പിണങ്ങിയിരിക്കണമെന്നിരുന്നു. എനിക്ക് അത്രേ പറയാനുള്ളൂ. ഈ പിണങ്ങിയിരിക്കുന്ന ആൾക്കാരടുത്ത് കുഞ്ഞ് വല്ല മോശം രീതിയിൽ സംസാരിക്കുക, മോശം രീതിയിൽ പെരുമാറൊക്കെ ആണെങ്കിൽ അതിലർത്ഥമുണ്ട്. ഇതൊന്നും ചെയ്യണില്ലേ? ഇത് നമ്മ അവിടെ കയറി എന്നുള്ള രീതിയിലാണ്. പിണങ്ങിയിരിക്കണവർക്ക് അവരുടെ വീട്ടുകാർ ഇമ്പോർട്ടന്റ് ആണ്. പിണങ്ങിയിരിക്കണവർക്ക് അവരുടെ വീട്ടുകാർ ഇമ്പോർട്ടന്റ് ആണ്. ശരിയാണ്. അതൊരു ന്യായം തന്നെയാണ്. അത് ഞാൻ ആലോചിച്ച് ഇങ്ങനെ ആ പോയിന്റുകൾ കുറെ കേട്ടിട്ടുണ്ട്. ഇങ്ങനെ പറയുമ്പോ തന്നെ ഓരോ പോയിന്റ് ഞാൻ പറയുമ്പോ കേട്ടിട്ടുണ്ട്. പെണ്ണുങ്ങൾക്ക് ഇരുന്നോ? പക്ഷെ അവര് ആലോചിക്കുക, അവർക്ക് ഒരു ജീവിതം ഉണ്ട്, അവർക്ക് ഒരു ലൈഫ് ഉണ്ട്, അവർക്ക് മക്കളുണ്ട്.
അവർക്ക് അച്ഛനുണ്ട് അമ്മയുണ്ട് അവർക്ക് ഇരിക്കണവർക്ക് തന്നെ അവരുടെ വീട്ടുകാർ ഇപ്പൊ തന്നെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ നമുക്ക് എന്താ നമുക്ക് അങ്ങനെ ഇമ്പോർട്ടന്റ് ആയിക്കൂടെ? ഇല്ല അതാണ് അവൻ പാടില്ല ചാവണില്ലേ. കാരണം ഞാൻ എന്നിങ്ങനെ ഇതായിരിക്കണം, അതായത് എപ്പോഴും തല്ല് പിടിച്ചിങ്ങനെ പോണം. അതാണ് എപ്പോഴും തല്ല് പിടിച്ചിങ്ങനെ പോവാ ജീവിതം. മരണം വരെ മിണ്ടരുത്. അതായത് ചില ഡയലോഗുകളൊക്കെ ഉണ്ട്, മരണം വരെ മിണ്ടരുത്, മരിച്ചാലും പോകരുത്, അങ്ങനൊക്കെ ഒരു സംഭവങ്ങൾ. അങ്ങനെ ചിന്തിച്ചിട്ട് ഒരു കാര്യമില്ല. അപ്പൊ എന്തായാലും ഞങ്ങളുടെ തീരുമാനത്തിൽ നന്നായി പോവാ. നമ്മളെല്ലാവരുടെയും കുറച്ചാൾ മുന്നേ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് ഒറ്റയ്ക്ക് തീരുമാനം എടുക്കാൻ പറ്റൂല. പക്ഷെ അത് നമ്മളെ പൊട്ടത്തരമായ തീരുമാനമായിരുന്നു എന്ന് ഞങ്ങൾക്ക് കുറച്ചാൾ കഴിഞ്ഞപ്പോ മനസ്സിലായിട്ട് ഞങ്ങൾ ഒറ്റയ്ക്ക് തന്നെ തീരുമാനം എടുത്തു. അല്ല, ആ വീഡിയോ വെച്ചിട്ട് ട്രോൾ ഉണ്ട്, അതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ്. അത് ഞങ്ങളുടെ മണ്ടത്തരത്തില് ഞങ്ങൾ പറഞ്ഞു പോയ കാര്യമാണ്. അതെന്താ വെച്ചാൽ നമ്മൾ വിചാരിച്ചു എല്ലാവരും നമ്മുടെ കൂടെ നിൽക്കും എന്ന് വിചാരിച്ചു, പക്ഷെ അതുണ്ടായില്ല. അതുകൊണ്ട് നമുക്ക് ഒറ്റയ്ക്കായി തീരുമാനം എടുക്കേണ്ടി വന്നു, നമ്മൾ എടുത്തു. അത്രേ ഉള്ളൂ കേട്ടോ. അപ്പൊ വേറെ കാര്യങ്ങളൊന്നുമില്ല, കുഴപ്പങ്ങളൊന്നുമില്ല. ഇപ്പൊ വയ്യായി മാത്രം ബുദ്ധിമുട്ടായിട്ട് സുഖമില്ല. അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞില്ല വ്ലോഗൊക്കെ കുറച്ച് 2 ദിവസം മുന്നേ. അല്ലെങ്കിൽ ഇത് പറഞ്ഞിട്ട് ആരെങ്കിലും വിഷമാണെങ്കിൽ ഞാൻ സോറി പറയുന്നു. നെഗറ്റീവ് പറഞ്ഞവരോട് മാത്രമാണ് ഞങ്ങളുടെ കൂടെ നിന്നവരെ ഇങ്ങനെ കൂടെ നിക്കണം. സപ്പോർട്ട് വേറെ ലെവലാണ്. ഈ കമന്റ് വായിക്കാൻ തന്നെ കമന്റ് മാത്രല്ല, നമ്മള് പുറത്ത് പോയി കാണുമ്പോ നമ്മളോടുള്ള സ്നേഹമാണ് ഏറ്റവും വലിയ ഇമ്പോർട്ടന്റ്. അയ്യോ നമ്മളിങ്ങനെ സ്നേഹിക്കണം, നമ്മള് ഇങ്ങനെ നമ്മളെ സ്നേഹിക്കാൻ പറ്റുമോ ആൾക്കാർക്ക് ഇത് അല്ലേ? എന്തൊരു സ്നേഹത്തിൽ സംസാരിക്കണേ. ഇപ്പൊ ഞങ്ങൾ രണ്ടാളും ക്ഷീണിച്ചു. നേരെ ഇന്നാള് കണ്ടപ്പോ ചേച്ചി പറഞ്ഞു രണ്ടാളും ചെറിയ കുട്ടികളായാലും ക്ഷീണിച്ചിട്ടാണ്. നമ്മൾ അത്രയും ശ്രദ്ധിക്കണം. ടെൻഷനൊക്കെ ഉണ്ടെന്ന് ഉള്ളിൽ ടെൻഷൻ കാര്യങ്ങളൊക്കെ ഉണ്ട്. കൊറേ ടെൻഷനും കാര്യങ്ങളൊക്കെ ഇല്ല, വേറെ ഒന്നല്ല. നമ്മള് 2026 തുടക്കത്തിന് വേണ്ടി. പക്ഷെ അതിപ്പോ കൊറേ കാര്യങ്ങളൊക്കെ സന്തോഷമായി നന്നായി വരും. എന്തായാലും അത് സന്തോഷമായി വരും, ഉറപ്പാണ്. ഹാർഡ് വർക്കാണ്, രക്ഷപ്പെടും. അത് ഞങ്ങൾ രണ്ടാളും തീരുമാനത്തോടെ തന്നെ ചെയ്തതാണ് കേട്ടോ, അല്ലെ? അപ്പൊ ഇനി അതിന് വേറെ പെൺകോന്നൊന്നും പറയണ്ട. എന്റെ അഭിപ്രായം ചോദിച്ചിട്ട് തന്നെയാണ് ചെയ്തത്. പക്ഷെ നമ്മള് വലിയൊരു ജീവിതത്തിൽ ഒരു ഇമ്പോർട്ടന്റ് കാര്യം ചെയ്യുമ്പോ അതില് ഭാര്യ ഭർത്താവ് അറിഞ്ഞിരിക്കണം, അല്ലെ? ഞങ്ങൾ രണ്ടാളും കൂടി തീരുമാനിച്ച് അങ്ങനെ ഒരു നല്ലൊരു തീരുമാനം എടുത്തിട്ട് വേറെ ആരുടെയും തീരുമാനം ഞങ്ങള് അതിൽ നോക്കിയിട്ടില്ല. ഞങ്ങളുടെ തീരുമാനം മാത്രം. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. പറഞ്ഞ് എവിടെയൊക്കെയോ എത്രയൊക്കെയോ പോയി. അപ്പൊ എന്തായാലും അടുത്ത വീഡിയോ എത്രയും പെട്ടെന്ന് വരാം. അടുത്ത വീഡിയോ എന്തായാലും 2 ദിവസം കഴിഞ്ഞിട്ടായിരിക്കും തോന്നുന്നത്. അടുത്ത വീഡിയോ എന്തായാലും വെയിറ്റ് ചെയ്തു. അടുത്ത എന്റെ വീട്ടിൽ പോണ വീഡിയോ. യെസ്. അപ്പൊ ബൈ.